ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ തമിഴിന് കണക്ക് തന്നെ ഇന്നൊരു കമൻറ്റ്സ് വന്നതിനൊരു റിയാക്ഷൻ വീഡിയോ കേട്ടോ. വലിയ റിയാക്ഷൻ ഒന്നുമില്ല, നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിരിക്കില്ല. സോ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ. അങ്ങനത്തെ വ്ലോഗായിട്ട് ഞാൻ വരും. എനിക്ക് നെഗറ്റീവ് അടിക്കാനും ഒരു ഇഷ്ടമില്ല ഗൈസ്. അടിക്കുന്നവർക്ക് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ കമൻറ്റും എനിക്കറിയില്ല, അതിനെക്കുറിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ വ്ലോഗ് കാണുന്നുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു കമൻറ്റ് ഹാർട്ടെങ്കിലും അടിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സംഭവം എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര ഒന്നും റീച്ചൊന്നും പോകുന്നില്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് വളരെ കുറവ്. ഇപ്പോൾ ഒരു 2 ദിവസത്തിന് 3 ദിവസത്തിനുള്ള ഒരു വീഡിയോ കേട്ടോ ഞാൻ പോസ്റ്റ് ആക്കുന്നുള്ളത്. മൈൻ ഞാൻ യൂട്യൂബിൽ ഫോക്കസ് ആക്കുന്നില്ല ഒരു ലോങ് വീഡിയോ ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷോർട്സ് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. എൻ്റെ ഹെൽത്ത് വീക്കായിപ്പോയി, എന്തെങ്കിലും പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സോ എന്ത് പറഞ്ഞെങ്കിൽ ഷോർട്സ് വീഡിയോ എനിക്കുണ്ടല്ല. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് ഇത് പറയാം. യൂട്യൂബിൽ അത്ര എനിക്ക് കമൻറ്റ്സ് വരത്തില്ല. 1-2 ഒരു ഹാർട്ട്, അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് ഹാർട്ട് എന്തെങ്കിലും അതിന് 2-3 കമൻറ്റ്സ് വരുന്നുള്ളത്. ഇൻസ്റ്റയിൽ സെയിം അങ്ങനെ തന്നെ. എൻ്റെ ഇപ്പോൾ ഉള്ള വ്യൂ ഫുള്ള് 3000, 2000, 4000, 5000 പോയെങ്കിൽ 10, 20 അതിനേക്കാളും മുകളിൽ പോകുന്നില്ല കേട്ടോ. പിന്നെ അതാ കോഴി കൂക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കെയർ ആക്കണ്ട. പിന്നെ എന്താ വെച്ചെങ്കിൽ അത്ര പോകുന്നില്ല കേട്ടോ. പക്ഷെ മുമ്പത്തെ വീഡിയോ ഒക്കെ കുറേ എൻ്റെത് എന്താ പറയുക 1 മില്യൺ അടിച്ചിന് 50K 70K അങ്ങനെ എല്ലാ വ്യൂസ് പോയിട്ടാ. ഇപ്പോൾ ഞാൻ ഫുള്ള് കുറവായി, വീഡിയോസ് ഇട്ട് പോസ്റ്റ് ആക്കുന്ന എല്ലാം കുറവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫേസ് പാക്ക് ആക്കിയിട്ടുണ്ട്, അതിലും കുറച്ച് എന്താ പറയുക കമ്പനി വന്നിട്ടുണ്ട്. അതേ കണക്ക് എന്താ പറയുക ബനാനത്തിൻ്റെ ഒരു ഫുഡ് ആക്കിയിട്ടുണ്ടായിന്, അതിനും കുറിച്ചിട്ട് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ബാഡ് കമൻറ്റ്സോ അത് എനിക്ക് അറിയില്ല കേട്ടോ. സംഭവം അവർ ബാഡ് കമൻ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ്, നല്ലത് കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവർ എന്ത് ഉദ്ദേശിച്ചിട്ട് കമൻ്റ് ആക്കുന്നത് എനിക്ക് ശരിക്കും അറിയില്ല. സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഞാനൊരു മലയാളി അല്ല ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ മലയാളം പഠിച്ചിട്ടുള്ളത്. എൻ്റെ കുറച്ച് വീഡിയോസ് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മലയാളിയല്ല, ഞാൻ മംഗലാരം. ഞാൻ പഠിച്ചത് കന്നഡ. അതേ കണക്ക് സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് ബാരി. പിന്നെ എന്താ പറയുക, ഞാൻ മലയാളം സംസാരിക്കാൻ തന്നെ പഠിച്ചത് എൻ്റെ ഇക്കനെ ലോവാക്കിയ ശേഷമായിട്ടാ. കുറച്ച് ഫോണിലും മുണ്ടി. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിന്, അപ്പോൾ എനിക്ക് മലയാളം അറിയില്ല. എന്താ വെച്ചെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്നത് കന്നഡ മീഡിയം. സോ കന്നഡ സംസാരിക്കും. പിന്നെ ആടെ മലയാളം എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഇല്ല. 2-3 ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളന്നെ ഉള്ളത്. സോ ഓളെയും മലയാളം ഇങ്ങനെ ഞാൻ പഠിക്കാൻ വന്നതേ ഉള്ളൂ. ഫുൾ മിക്സ് ആവട്ടെ. ഞാൻ ഈ കടയിൽ ലോവാക്കുമ്പോഴല്ല, സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് കന്നഡ, തുളു, മലയാളം എല്ലാം മിക്സായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഞാൻ വന്നതേ ഉള്ളൂ കേരളത്തിൽ ഞാൻ വന്നിട്ട് അത്രയും ആയിട്ടുണ്ടായിട്ടും. സോ മലയാളം സംസാരിക്കാൻ ഭയങ്കര ടഫ്. സോ അപ്പോൾ നമ്മളെ ലവ് പിടിച്ച് പ്രശ്നമായി. അപ്പോൾ പിന്നെ നമ്മൾ ലവിൽ കയറി, പിന്നെ ഫോണിൽ കട്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സംസാരിച്ചിട്ട് എനിക്ക് മലയാളം അതേ കണക്കുണ്ടല്ല. ഇപ്പോൾ എൻ്റെ കാസർഗോഡിൽ അവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കാസർഗോഡ് മലയാളം വരും. അതേ കണക്ക് വേറെ ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് മലയാളം അത് അവർ സംസാരിക്കുന്നത് എനിക്ക് തന്നെ എൻ്റേത് മലയാളം മാറും കേട്ടോ. സ്ലാങ് ഫുള്ളായിട്ട് മാറും. അതെന്തെന്നറിയില്ല. എന്താ വെച്ചെങ്കിൽ ഞാൻ പഠിച്ച മലയാളമല്ല. ഇപ്പോൾ ഞാൻ കറക്റ്റ് എനിക്കൊക്കെ എങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ആ മലയാളം മാത്രം സംസാരിക്കുന്നുള്ളത്. പിന്നെ ഇങ്ങനെ വീഡിയോസ് കാണിയിട്ടാകുമ്പോൾ ഇപ്പോൾ കാസർഗോഡത്തെ പിന്നെ വേറെ മലപ്പുറം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എല്ലാം കാണുമ്പോഴില്ല അവർ മലയാളം എനിക്ക് അടുത്തേക്ക് ജോയിൻ ആവട്ടെ. അതെന്തെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചെങ്കിൽ പഠിച്ച മലയാളമല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് മലയാളം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ മലയാളത്തിൽ കാസർഗോഡ് മലയാളം അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എന്നോട് കുറേ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, നീ ഏടെ കമൻറ്റ് ചോദിക്കുക, നിൻ്റെ സ്ഥലം ഏടെ, ഇത് ഏത് ഭാഷ എന്നെല്ലാം ചോദിക്കൂട്ടാ. സോ എനിക്ക് മലയാളം അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റേത് കുറേ മാറിയിട്ടാ. എൻ്റെ മലയാളം കുറേ ഡിഫറൻസ് ആയി. എൻ്റെ ഉമ്മക്ക് കുറച്ച് അറിയാം. പിന്നെ ഞാൻ ഈ ലോവാക്കുന്ന സമയത്ത് സംസാരിച്ചിട്ട് ഏകദേശം അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ഒരു മലയാളി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രൂഫും കേരള, എല്ലാം കേരള തന്നെ, പാസ്പോർട്ടും റേഷൻ കാർഡ് എല്ലാം കേരള തന്നെ. പക്ഷെ കോമഡി എന്താ വെച്ചെങ്കിൽ എനിക്ക് വായിക്കാൻ എഴുതാൻ അറിയില്ല. ഇതാണ് ഞാൻ കമൻറ്റ്സിൻ്റെ റിയാക്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കുണ്ടല്ല ഇത് പറഞ്ഞ കണക്കിന് ഇൻസ്റ്റയിൽ എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ടല്ലോ, എല്ലാത്തിൻ്റെ അടിയിൽ മലയാളത്തിലായിരിക്കും. എനിക്കുണ്ടാവും മലയാളം അറിയുന്നത്. കുറേ തന്നെ ഇക്ക പറയും നീ ഒന്ന് കേൾക്കണ്ട, കമൻറ്റ്സെല്ലാം ഞാൻ നോക്കാം. ഞാൻ കമൻറ്റ്സ് നോക്കാറില്ല. എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ആവും. ഞാൻ വ്ലോഗ് എടുക്കും, വീഡിയോ ഇടാനിടും. പക്ഷേ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാനവിടെ ഡൗൺ ആവും. സോ ഞാൻ പിന്നെയും വരും കേട്ടോ. അത് ഞാൻ ആ ഒരു
പറഞ്ഞപാട് എനിക്കൊരു ഫീലാവും. പക്ഷേ ഹാപ്പി എന്താ വെച്ചെങ്കിൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മംഗ്ലീഷിൽ ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ മലയാളത്തിൽ എഴുതിയിട്ടിടുന്നുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടല്ല, ഞാനൊരു ബനാനൻ്റെ വീഡിയോ ഇട്ട് അതേ കളിക്കാൻ ഫേസ് പാക്കിൻ്റെ അതിനെക്കുറിച്ച് റീച്ചായിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ട്. പിന്നെ അതേ കണക്ക് എൻ്റെ കസിൻ്റെ മംഗലുണ്ടായും അതിൽ പോയിട്ടുള്ള എനിക്ക് കുറേ റീച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസിനുണ്ടല്ലോ, ഫുള്ള് കമൻറ്റ്സ് മലയാളത്തിൽ. എനിക്കുണ്ടോ വായിക്കാൻ അറിയുന്നത്? ഞാൻ കുറേ ഇക്കനോട് ചോദിക്കുന്നു, ഇത് എന്തിക്ക ഇക്ക പറഞ്ഞിരുന്നു അങ്ങനെ ഇങ്ങനെ. അതിൽ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്ക പറഞ്ഞു. അങ്ങനത്തെ വലിയ നെഗറ്റീവ് അടിക്കുന്നത് ഒന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്ത കൊണ്ടൊന്നും അറിയില്ല. വലിയ നെഗറ്റീവായിട്ട് വന്നിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എന്താ പറയലേ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് ഇതന്നെ. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇനി ഇടുന്നുണ്ടെങ്കിൽ മംഗ്ലീഷിലിടാം. എനിക്ക് എപ്പോഴും എൻ്റെ ഇക്കാനോട് ഇത് എന്ത് കമൻറ്റ് ഇട്ടത് ഇക്ക പറഞ്ഞു തരും, ഇക്കം വായിക്കും, അത് വേറെ കാര്യം. പക്ഷെ നമുക്കുണ്ടായില്ല നമ്മളെ കമൻറ്റ്സ് എന്ത് വന്നതെന്ന്. കമൻറ്റ്സ് എല്ലാം നോക്കില്ല, ബൈ ചാൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം മലയാളത്തിലായിരിക്കും. പിന്നെ കുറച്ച് മംഗ്ലീഷിലുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളതെല്ലാം മലയാളത്തിൽ. എനിക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, ക്രോമിൽ പോവുക, കോപ്പി പേസ്റ്റ് ആക്കുക, ഇതന്നെ പണി. അത് മനസ്സിലാവുന്നുമില്ല ഇവർ എന്തുദ്ദേശിച്ചിട്ട് കമൻറ്റ് ഇട്ടുന്നത്. നല്ലതും പറയുന്നവരുണ്ട്, മോശം പറയുന്നവർ എനിക്കറിയില്ല കേട്ടോ. അതിലും അതന്നെ ഞാൻ പറഞ്ഞത്, മോശം കമൻറ്റ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് റിയാക്ഷൻ ആക്കാം, ഇല്ലെങ്കിൽ അവരൊക്കെ അറിയും, എന്തെങ്കിലും ആക്കാം. നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ എനിക്ക് മംഗ്ലീഷിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, എന്നാലേ എനിക്ക് മനസ്സിലാവും. ഇല്ല എൻ്റെ ഇക്ക മാത്രം വായിച്ചിട്ട് ഇക്ക എൻ്റെ കമൻറ്റ്സ് വായിക്കും. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു കമൻറ്റും വയ്ത്തില്ല ഗൈസ്, അത് വേറെ കാര്യം. വരുന്നത് ഇപ്പോൾ ഹായ്, പിന്നെ ഒരു എന്താ പറയുക കണ്ണിൽ ഇങ്ങനെ ഹാർട്ടുള്ള ഒരു സിമ്പിളുണ്ട്, അത് മാത്രമേ വരുന്നത്. ഒരു 5 കമൻറ്റ്സ്. പക്ഷേ ഇന്നും എനിക്ക് വരുന്നില്ല, കുറച്ച് ഒരു വീഡിയോക്ക് ഇപ്പം കമൻറ്റ്സ് വരുന്നുണ്ട്, മുമ്പത്തെ വീഡിയോക്കല്ല ഇപ്പം കമൻറ്റ് വരുന്നതുണ്ട്. പക്ഷേ ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ എന്താ പറയലേ, അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കണം, മംഗ്ലീഷിലിട്ടാൽ മതി. പിന്നെ അതിലും ഞാൻ മലയാളത്തിൽ വ്ലോഗ് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ 1 2 എന്താ പറഞ്ഞിട്ട് എനിക്ക് കന്നഡത്തിൽ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് എന്ത് നമുക്ക് ഓർമ്മയില്ല. ഞാൻ കമൻറ്റ് വായിക്കും, ഇവിടുന്ന് കേൾക്കും, ഇവിടുന്ന് വിടും, എനിക്ക് മനസ്സിലാകുന്നില്ല, അതാണ് സംഭവം. ഇങ്ങനെ മംഗ്ലീഷിലെല്ലാം എഴുതിയിട്ടുണ്ടായതെല്ലാം ഞാൻ വായിക്കും. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കോട് പറഞ്ഞു കണ്ട അങ്ങനെ പറഞ്ഞേക്കാന്നറിയും. പിന്നെ കുറേ എണ്ണം എനിക്ക് നെഗറ്റീവായിട്ട് വന്നതും അറിയുന്നില്ല, പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ള കമൻറ്റ്സ് ഇട്ടാണ് എനിക്കുള്ളത്. സോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവല്ല ഞാനിങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഓക്ക് വേറെ വീഡിയോക്ക് റീച്ച് തന്നെ ഇല്ല, എന്നിട്ട് ഓക്ക് കിടന്ന് കമൻറ്റ്സ് വരുന്നത്, എന്നിട്ട് അതിന് റിയാക്ഷനായിട്ട് വന്നിട്ടുള്ളതൊന്നും വിചാരിച്ചിട്ടുണ്ടാവല്ല. പക്ഷേ ഇതന്നെ ഗൈസ്, എൻ്റെ പ്രശ്നം ഇതന്നെ. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. മലയാളം വായിക്കുന്നുള്ള എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എനിക്ക് ആശയമെല്ലാം ഉണ്ടായില്ലേ, എൻ്റെ വീഡിയോസ് കമൻറ്റ്സ് വായിക്കണം അങ്ങനെ ഇങ്ങനെ നല്ല പറഞ്ഞിട്ട്. അപ്പോൾ ആ കമൻറ്റ് ഇനി ഇടുന്നവർക്ക് മംഗ്ലീഷിൽ ഇടണം, മലയാളത്തിൽ ഇടരുത്. എനിക്ക് വായിക്കാൻ അറിയില്ല, സംസാരിക്കാൻ പഠിച്ചാൽ തന്നെ എന്തോ കഷ്ടപ്പെട്ടിട്ട്. ഇനി എന്താ അറിയാലേ, ഇനി മലയാളം പഠിക്കാൻ വേണം. ഞാൻ സ്കൂൾ അയച്ചിട്ട് ഓനെ ABCD പഠിക്കുമ്പോഴത്തേക്ക് ഓനിക്ക് ഈ പഠിക്കുമ്പോഴത്തേക്ക് വേണം ഞാൻ പഠിക്കാൻ മലയാളം, അല്ലാതെ ഞാൻ ഒന്നും പഠിക്കില്ലൊന്നുമില്ല. അപ്പോൾ എന്ത് പറയലേ, ഇനി നെക്സ്റ്റ് വ്ലോഗ് ഇടുന്നവർക്ക് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് കമൻറ്റ് ഇടണം. എന്ത് ശ്രദ്ധിക്കണം, മലയാളത്തിലല്ല മംഗ്ലീഷിലിടാം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക, ഹാർട്ട് കമൻറ്റ് ആക്കുക. ഹാർട്ടൊന്നല്ല കേട്ടോ, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഹാർട്ട് ഇടുമ്പോൾ അതൊരു പാങ്ങില്ല. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ലൈക്കും കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ആക്കി, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാൻ പറയണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അല്ലേ. അപ്പോൾ ബൈ.